ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. രാജ്യം മാവോയിസ്റ്റ് മുക്തമായെന്ന് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. PR അരവിന്ദ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അതിനു മുൻപ് അമിത്ഷാ നടത്തിയ ആ പ്രഖ്യാപനത്തിലേക്ക്. तेलंगाना में 6 सरेंडर हो गए, 3 मारे गए, एक भी नहीं बचा है. तो उनकी पोलिट ब्यूरो मेंबर और CMC ये पूरा समाप्त हो चुका है. और हमने लक्ष्य किया था कि 31 मार्च को नक्सल मुक्त करेंगे. मैं पूरी व्यवस्था होने के बाद देश को भी सूचित करूंगा, मगर मैं ऐसा बोल सकता हूं, धड़ल्ले से बोल सकता हूं कि हम नक्सल मुक्त हो गए हैं. ऐसा कहने में कोई तकलीफ नहीं. PR അരവിന്ദ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അരവിന്ദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, രാജ്യം മാവോയിസ്റ്റ് മുക്തമായെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ലോക്സഭയിൽ നടത്തിയിരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് 2026 മാർച്ച് 31 മുൻപ് രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടക്കുകയും നിരവധി മാവോയിസ്റ്റുകളെ വധിക്കുകയും അതുപോലെ തന്നെ നിരവധി മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പാർലമെന്റിൽ രാജ്യത്തിന്റെ മാവോയിസ്റ്റ് വിരുദ്ധ ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട ചർച്ച തുടക്കം കുറിച്ചത്. ഉച്ചയ്ക്ക് 1:30 ഈ ചർച്ച ആരംഭിച്ചത്. എന്തായാലും ആ ചർച്ചയ്ക്ക് അവസാനം മറുപടി നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 706 മാവോയിസ്റ്റുകളെയാണ് രാജ്യത്ത് വധിച്ചത്. അതേസമയം 4800ഓളം മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിട്ടുണ്ട്. 2700ഓളം മാവോയിസ്റ്റുകളെ ജയിലിലടച്ചു തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടുകൂടി തന്നെ രാജ്യത്ത് ഇനി ആകെ അവശേഷിക്കുന്നത് 2 മാവോയിസ്റ്റ് ബാധിത മേഖലകൾ മാത്രമാണ്. അതേസമയം ആ ഗുരുതരമായി മാവോയിസ്റ്റ് ബാധിച്ച യാതൊരുവിധ അല്ലെങ്കിൽ ഒരു മേഖല പോലും രാജ്യത്ത് അവശേഷിക്കുന്നില്ല എന്നുകൂടി ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമായ എന്നൊരു പ്രഖ്യാപനം ഇപ്പോൾ അമിത്ഷാ നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ചുവപ്പ് ഭീകരത രാജ്യത്ത് ഔദ്യോഗികമായി അവസാനിച്ചു എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ലോക്സഭയിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഈ പ്രസംഗത്തിനിടെ കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും അതിശക്തമായ വിമർശനം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഇത്തരത്തിൽ മാവോയിസം രാജ്യത്ത് വളരാൻ അനുവദിച്ചതെന്ന് അമിത്ഷാ ആരോപിച്ചു. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വർഷങ്ങളടക്കം മാവോയിസ്റ്റ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്തുണ നൽകിയത് കോൺഗ്രസ് ആണെന്ന ആരോപണമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉയർത്തിയത്. ഇതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഭാരത് ജോഡോ യാത്രയിലടക്കം മാവോയിസ്റ്റുകളെ പങ്കെടുപ്പിച്ചു. അതോടൊപ്പം തന്നെ നിരവധി മാവോയിസ്റ്റ് രാജ്യം മാവോയിസ്റ്റ് മുക്തം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.